SDP പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ വിമർശനം ഉന്നയിക്കാൻ മുൻപന്തിയിൽ CPM-ഉം ഇടതുപക്ഷവും ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ജാഥയിൽ കൊടി ഉപയോഗിക്കാതിരുന്നത്, ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും കൊടി ഉപയോഗിക്കാതിരുന്നപ്പോൾ അത് വിമർശിക്കാനും LDF ഉണ്ട്. അപ്പോൾ ഈ BJP-യുടെ അതേ രീതിയിൽ LDF-ഉം വിമർശിക്കുന്നു എന്നൊരു തോന്നൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഒരു പരിധി വരെ നമുക്കത് ശരിയാണെന്ന് പറയേണ്ടിയും വരുന്നുണ്ട്. ഈ പിന്നെ RSS BJP പേടിച്ച് കോൺഗ്രസ് അതിന്റെ കൊടി കൊണ്ട് പൂഴ്ത്തി വെക്കേണ്ട എന്ത് ആവശ്യമാണുള്ളത്? നിങ്ങൾ എത്ര കാലം ഓടും ഇങ്ങനെ? നിങ്ങളുടെ പൊളിറ്റിക്സ് നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ? കോൺഗ്രസിന്റെ പൊളിറ്റിക്സിനോട് വിശ്വാസമുള്ള കോൺഗ്രസ്സുകാർക്ക് പറയട്ടെ, ഞങ്ങളുടെ പൊളിറ്റിക്സ് ഇതാണ്. മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഒപ്പം 60 വർഷമായിട്ടുള്ള പാർട്ടിയാണ്. എന്ത് തരത്തിലുള്ള വർഗീയതയാണ് മുസ്ലിം ലീഗായിട്ട് പ്രചരിപ്പിച്ചിട്ടുള്ളത് എന്നും വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്തം കോൺഗ്രസിന് ആകെ 55 സീറ്റാണുള്ളത്. 54 സീറ്റ്, 44 സീറ്റ്. അതിനകത്ത് 17 കേരളത്തിൽ നിന്നാണ്. എവിടെയാണ് എന്താണ് കോൺഗ്രസ്? ഇനിയെങ്കിലും അവരുടെ നിലപാട് പറയാൻ ഒരു ധൈര്യം വേണ്ടേ? ഞങ്ങളുടെ നിലപാട് ഇതാണ്. നിങ്ങൾ BJP NDAക്ക് കിട്ടുന്ന 300 ചില്ലറ സീറ്റുകളിൽ ഒരു ഒറ്റ മുസ്ലിം ഇല്ലാതെ പോകുമ്പം ഞങ്ങൾ അങ്ങനെയല്ല. 14% മുസ്ലിം സമുദായത്തെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ഇന്ത്യയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് ഇനിയെങ്കിലും അവർ പറയണ്ടേ? അതല്ലാതെ മുസ്ലിം ലീഗിന്റെ കൊടി കണ്ടാൽ ഉടനെ തന്നെ അത് മുഴുവൻ പാകിസ്ഥാനിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കുകയാണോ ചെയ്യുന്നത്? അപ്പൊ ഞങ്ങളുടെ കൊടി കൂടെ വേണ്ടെന്ന് വെച്ചേക്കാന്ന് കോൺഗ്രസ് എടുക്കുന്നത് എന്തൊരു ഭീരുത്വമാണ്, എന്തൊരു രാഷ്ട്രീയ ഭീരുത്വമാണ്. ഈ ഷാബാനു കേസിൽ ഉണ്ടായ ന്യായമായ ഒരു കോടതി വിധി മറികടക്കാൻ വേണ്ടി കോൺഗ്രസ് ഓടി തുടങ്ങിയ ഓട്ടമാണ്. അതായത് നിലപാടില്ലായ്മ കൊണ്ട് കോൺഗ്രസ് ഓടി തുടങ്ങിയ ഓട്ടമാണ്. ബാബരി മസ്ജിദ് പൊളിക്കാൻ വേണ്ടി വന്ന ഹിന്ദു വർഗീയവാദികൾക്കെതിരെ ഒരു നിലപാടെടുക്കാൻ പറ്റാതെ ഇങ്ങനെ ക്രിട്ടിക്കൽ ജംഗ്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഓടിയ ഓട്ടമാണ് ഇപ്പൊ കൊടിയില്ലാതെ വയനാട്ടിൽ പ്രകടനം നടത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയെങ്കിലും കോൺഗ്രസ്സുകാരൻ തിരിച്ചു എത്ര കാലം ഓടും? നമ്മൾ ഈ പല സാഹിത്യത്തിൽ നിങ്ങൾ പേടിച്ചോടിയാൽ നിങ്ങൾ എവിടെ വരെ ഓടും? വയനാട് ഇനി അങ്ങോട്ട് ഓടാനില്ലല്ലോ. കാരണം വയനാട് മുഴുവൻ കുന്നും മലയാണ്. അവിടെ മുഴുവൻ സെക്യുലർ ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന മനുഷ്യരാണ്. നിങ്ങൾ ഇനി അവിടെ പോലെ നിങ്ങൾക്കൊരു പ്രകടനം നടത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇനി എങ്ങോട്ട് പോകും? ഹിമാലയത്തിൽ പോകും. ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? ഇന്ത്യയിൽ കാശ്മീർ തുടങ്ങി കന്യാകുമാരി വരെയും ഗുജറാത്ത് തുടങ്ങി അരുണാചൽ പ്രദേശ് വരെയുമുള്ള വില്ലേജുകളിൽ ഈ പാർട്ടിക്കാരില്ലേ? ആ കൊടിയില്ലേ? ആ കൊടിക്ക് വലിയ പാരമ്പര്യമില്ലേ? ഇതിവരെ എന്താണ് ഇവർ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഈ രാജ്യം നിലനിൽക്കണമെന്ന് വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യന്റെ ഉള്ളിൽ പേടിയില്ലേ? കോൺഗ്രസ്സുകാരൻ അവന്റെ കൊടി ഉയർത്തി പിടിച്ചുകൊണ്ട് കേരളം പോലെ ഒരു നാട്ടിൽ പ്രസംഗിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നത്? കോൺഗ്രസ് അത് നിർബന്ധമായിട്ട് തിരുത്തണം. SDP ആയിട്ട് ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗിനോട് കാണിച്ച മര്യാദകേട് കോൺഗ്രസ് മാറ്റിവെക്കണം. അമ്മാതിരി പണി ഇനി കോൺഗ്രസ് ചെയ്യരുത്. RSS BJP-യോട് നേരിട്ട് രാഷ്ട്രീയം പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് ആ പണി നിർത്തുന്നതല്ലേ നല്ലത്. അങ്ങനല്ലല്ലോ കോൺഗ്രസിന്റെ ലക്ഷ്യം. അപ്പം വളരെ ഷോർട്ട് സൈറ്റഡ് ആയിട്ടുള്ള മാത്രം കാര്യങ്ങൾ കാണാൻ പറ്റുന്ന നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ് അതിന്റെ രാഷ്ട്രീയ കോൺഗ്രസിന് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? ഇനി കോൺഗ്രസിനൊന്നും നഷ്ടപ്പെടാനില്ല. കോൺഗ്രസിന് കിട്ടാൻ മാത്രമേ ഉള്ളൂ. അപ്പം നിലപാട് ഉറച്ചു പറയാനുള്ള ഒരു സാധ്യത, ഒരു മുഹൂർത്തം ഇപ്പോൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോൺഗ്രസ് പാർട്ടിക്ക് അതിന്റെ സെക്യുലർ ലിബറൽ ഡെമോക്രാറ്റിക് ക്രെഡൻഷ്യൽസ് ഉറപ്പിച്ചു പറയാനുള്ള ഒരു ചരിത്ര മുഹൂർത്തമാണ് ഇത്. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം, അവർക്കൊപ്പമുള്ള മുസ്ലിം ലീഗ്, അവർക്കൊപ്പം ഉണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ കള്ളുവെക്കാൻ ശ്രമിക്കുന്ന SDPI, ഈ സാഹചര്യങ്ങൾ ചേർന്ന് കോൺഗ്രസിന് അതിന്റെ നിലപാട് ഉറപ്പിച്ചു പറയാൻ, ഈ രാജ്യത്തെ മനുഷ്യരോട് ഉറപ്പിച്ചു പറയാനുള്ള ഒരവസരമായി എന്ന് ഞാൻ കണക്കാക്കുന്നു. ഈ രാജ്യത്തെ 14% വരുന്ന ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ഇന്ത്യയെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നില്ല എന്നും അവരെ ചേർത്ത് പിടിച്ചാണ് ഇത്രയും കാലം ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതെന്നും ഇനി അങ്ങോട്ടും അത് തന്നെയാണ് നടത്താൻ വേണ്ടി പോകുന്നതെന്നും നമ്മുടെ രാജ്യത്തെ സെക്യുലറായിട്ട് ചിന്തിക്കുന്ന മുഴുവൻ മനുഷ്യരോടും, നിങ്ങൾ വിചാരിക്കരുത് ഈ രാജ്യത്തെ മനുഷ്യർ മുഴുവൻ ഹിന്ദു വർഗീയവാദത്തിന് വേണ്ടി എഴുതി കൊടുത്തവരാണ് സ്വയമെന്നും. 33-34% വോട്ട് കൊണ്ടാണ് BJP രാജ്യം ഭരിക്കുന്നത്. ബാക്കിയുള്ള മനുഷ്യർ എവിടെയുണ്ട്? അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ, അവരെ കൂടെ നിർത്താതെ ഈ രാജ്യത്തേക്ക് നിങ്ങൾ എങ്ങനെ റെഡീം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്? അതുകൊണ്ട് അവരോട് പറയേണ്ടത് ഈ രാജ്യം എല്ലാ മനുഷ്യരുടെയും ആണെന്നുള്ളതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. അത് ഉറപ്പിച്ച് ഞങ്ങൾ പറയുകയാണെന്ന് കോൺഗ്രസിന് പറയാനുള്ള ഒരു സാധ്യത, ഒരു അവസരം ഇപ്പോൾ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു.